തീയതിയിൽ ചെറിയൊരു മാറ്റം. അതെ, നമ്മൾ നേരത്തെ അറിയിച്ചിട്ടുണ്ടായത് പരിസ്ഥിതി ദിന ക്വിസ് മത്സരം ജൂൺ 8-ാം തീയതി നടത്തും എന്നുള്ളതായിരുന്നു. പക്ഷേ അതിൽ ചെറിയൊരു മാറ്റം നമ്മൾ വരുത്തിയിട്ടുണ്ട്. നമ്മൾ മത്സരം നടത്താൻ പോകുന്നത് മെയ് 29-ാം തീയതി വ്യാഴാഴ്ച രാത്രി കൃത്യം 7 മണിക്ക് ആയിരിക്കും. ഈ ഒരു മത്സരത്തിൻ്റെ ലിങ്ക് ഈ പറഞ്ഞ മെയ് 29-ാം തീയതി രാത്രി 7 മണിക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. 7 മണി എന്ന് പറയുന്ന സമയത്ത് കമൻറ്റ് ബോക്സിൽ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മത്സരത്തിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. LP, UP, HS വിഭാഗങ്ങളിൽ തരംതിരിച്ചായിരിക്കും മത്സര വിജയികളെ പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മത്സരത്തിൽ വിജയകരമായിട്ട് പങ്കെടുക്കാവുന്നതാണ്. ഈ ഒരു മത്സരം ആരംഭിക്കുന്നത് മെയ് 29-ാം തീയതി രാത്രി 7 മണി മുതൽ പിറ്റേ ദിവസം മെയ് 30-ാം തീയതി രാത്രി 7 മണി വരെ ആയിരിക്കും. ഈ പറഞ്ഞ സമയത്തിനിടയിൽ നിങ്ങൾക്ക് മത്സരത്തിൽ പങ്കെടുത്ത് വിജയികളാവാൻ സാധിക്കുന്നതാണ്. ഏറ്റവും വേഗത്തിൽ ശരിയായിട്ടുള്ള ഉത്തരം അറിയിക്കുക. 25 ചോദ്യോത്തരങ്ങളുണ്ടാവും. 25 മാർക്കുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്കൂളുകളിലെ ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്ത് ആ ഒരു ക്വിസ് മത്സരത്തിനും നിങ്ങൾക്ക് വിജയികളാവാനുള്ള ഒരു സുവർണ അവസരമാണ് ഈ ഒരു ക്വിസ് മത്സരം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വിസ് മത്സരത്തിൽ നന്നായിട്ട് പങ്കെടുത്ത് പഠിച്ച് വിജയികളാവാൻ കൂടി ശ്രദ്ധിക്കുക. പങ്കെടുക്കുന്ന എല്ലാ കൂട്ടുകാരും താഴെ കമൻറ്റ് ബോക്സിൽ ഐ ആം റെഡി ടെക്സാൻ ക്വിസ് എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ കൂടി ശ്രദ്ധിക്കുക. ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 1000 ലൈക്കാണ്. എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായിട്ട് നാം ആചരിക്കുന്നു. ഭൂമിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതിനെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും സംസാരിക്കാൻ ഞാനിവിടെ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഭൂമി ജീവൻ്റെ തുടിപ്പാണ്. ഈ ഗ്രഹത്തിലെ ഓരോ ജീവജാലവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകർന്നാൽ അത് എല്ലാ ജീവജാലങ്ങളെയും പ്രതികൂലമായി ബാധിക്കും. ഇന്ന് നമ്മുടെ ഭൂമി പല വെല്ലുവിളികളും നേരിടുന്നു. കാലാവസ്ഥാ വ്യതിയാനം, വനനശീകരണം, മലിനീകരണം, ജൈവവൈവിധ്യത്തിൻ്റെ നാശം തുടങ്ങിയ പ്രശ്നങ്ങൾ നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്നു. ഈ പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം മനുഷ്യൻ്റെ അനിയന്ത്രിതമായ പ്രകൃതി ചൂഷണമാണ്. നമ്മുടെ പൂർവികർ പ്രകൃതിയെ ആരാധിച്ചിരുന്നു. എന്നാൽ ഇന്ന് നാം പ്രകൃതിയെ ചൂഷണം ചെയ്ത് അതിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഈ മനോഭാവം മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പ്രകൃതിയെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും നാം പഠിക്കണം. ഓരോ വ്യക്തിയും ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. കൂടുതൽ മരങ്ങൾ നടുക. ഓരോ മരവും ശുദ്ധവായു നൽകുകയും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക. പ്ലാസ്റ്റിക് മണ്ണിലും ജലത്തിലും ലയിക്കാതെ കിടക്കുകയും പരിസ്ഥിതിക്ക് ദോഷം വരുത്തുകയും ചെയ്യുന്നു. ജലം പാഴാക്കാതിരിക്കുക. ജലം ജീവൻ്റെ അടിസ്ഥാനമാണ്. ഓരോ തുള്ളി വെള്ളവും വിലപ്പെട്ടതാണെന്ന് ഓർക്കുക. ഊർജം സംരക്ഷിക്കുക. ആവശ്യമില്ലാത്തപ്പോൾ ലൈറ്റുകളും ഫാനുകളൊക്കെ ഓഫ് ചെയ്യുക. പുനരുപയോഗിക്കാവുന്ന വസ്തുക്കൾ ഉപയോഗിക്കുക. പഴയ സാധനങ്ങൾ വലിച്ചെറിയുന്നതിനു പകരം അവ പുനരുപയോഗിക്കാൻ ശ്രമിക്കുക. ഈ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പോലും നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയുന്നതാണ്. നമ്മുടെ കുട്ടികൾക്ക് ശുദ്ധമായ വായുവും വെള്ളവും നൽകേണ്ടത് നമ്മുടെ കടമയാണ്. അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഈ ഭൂമിയെ ഒരു പച്ചപ്പ് നിറഞ്ഞ ലോകമാക്കി മാറ്റാം. ഓരോ വ്യക്തിയുടെയും ചെറിയ ശ്രമങ്ങൾ പോലും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. ഈ പരിസ്ഥിതി ദിനത്തിൽ നമുക്കൊരുമിച്ച് കൈകോർക്കാം. നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കാം, നമ്മുടെ ഭാവി തലമുറയ്ക്കായി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ടെക്സാൻ ക്വിസ് അപ്ലോഡ് ചെയ്യുന്ന മികച്ച വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളും ചേരും നമ്മുടെ ഫാമിലിയിൽ. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കല്ലേ.